ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ക്വാർട്ടർ ടൂറാണ് കേട്ടോ. ഹോം ടൂർ എന്ന് പറയാം. ഞാൻ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വോയിസ് ക്ലിപ്പ് പോയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പേ, അതായത് ഞങ്ങൾക്ക് ക്വാർട്ടർ കിട്ടിയ ടൈം എങ്ങനെയായിരുന്നോ അത് എനിക്ക് ഹസ്ബൻഡ് വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ആദ്യം ഫുൾ യെല്ലോ പെയിൻ്റൊക്കെ അടിച്ചത് ഓൾറെഡി കോട്ടൻ്റെ പെയിൻ്റാണ്, എല്ലാ കോട്ടനും ഒരേപോലത്തെ ആ ഒരു പെയിൻറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കളറിൽ മൊത്തം നാശമായിട്ട് കിടക്കുക കേട്ടോ. അത് ഹോളും കിച്ചണുമാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഇത് വന്നിട്ട് ബാത്റൂം, അതൊക്കെ കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എനിക്ക് ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് അയച്ചു തന്നപ്പോൾ എനിക്ക് എന്തോ പോലെ ഇത്രയും എന്താ പറയുക മോശമായിട്ടാണല്ലോ ക്വാർട്ടർ കിടക്കുന്നതെന്ന് വിചാരിച്ച്. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ് അത് നമുക്ക് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ശരിയാക്കാം, കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ആകെ വലിച്ചു വാരിയിട്ട് കിടക്കില്ല. ഈ ഫർണിച്ചറൊക്കെ നമുക്ക് ക്വാർട്ടറിൽ ഓൾറെഡി ഉണ്ടാവും കേട്ടോ. ഫർണിച്ചറൊന്നും നമുക്ക് എക്സ്ട്രാ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഷെൽഫുകളാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ വലിച്ചു വാരി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു വൃത്തിയായിട്ടൊന്നും തോന്നാത്തതാണ്. പിന്നെ ഇവിടെയാണ് സെപ്പറേറ്റ് ടോയ്ലറ്റ് കൊടുക്കുന്നത്. എല്ലാ ആർമി ക്വാർട്ടേഴ്സും ഇന്ത്യൻ ടോയ്ലറ്റാണ് കേട്ടോ കൊടുക്കുക, യൂറോപ്യൻ കൊടുക്കലില്ല. അത് ഒട്ടുമിക്ക ക്വാർട്ടറിലും അങ്ങനെ തന്നെയാണ്. പിന്നെ 2 ബെഡ്റൂമുണ്ട്, പിന്നെ ഒരു വാഷ് ഏരിയ, ബാത്റൂം, ടോയ്ലറ്റ് സെപ്പറേറ്റ് ആയിട്ട്, ഫ്രണ്ടിലും ബാക്കിലും ഓരോ ബാൽക്കണി ആയിട്ട്, അങ്ങനെ ഇത്ര കാര്യങ്ങളാണ് കേട്ടോ ഒരു ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൽ 4 ഫാമിലിയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതുപോലത്തെ കുറേ ബിൽഡിങ്ങുകളുണ്ട് അവിടെ ഒത്തിരി. ഇപ്പം ഞാൻ എൻ്റെ ചുറ്റും കാണുന്ന ഈ ഒരു എല്ലാ ക്വാർട്ടറിലും ഓരോ ബിൽഡിങ്ങിലും 4 ഫാമിലീസ് വെച്ചിട്ട് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ക്വാർട്ടർ എന്ന് പറയുന്നത് ഈ ഒരു 3 ഉള്ള നമ്പറില്ലേ, ഇതാണ് കേട്ടോ. അപ്പം ഇപ്പം ഞാൻ നാട്ടിൽ പോയി വന്നതിന് ശേഷമാണ് എല്ലാ ക്വാർട്ടറിലും ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പുറം ഭാഗത്ത്, അകത്തില്ല, പുറം ഭാഗത്തൊക്കെ ഒന്ന് ഒരു പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ആർമിയുടെ തന്നെ കിട്ടുന്നൊരു നമ്മുടെ ഷൂ റാക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കത് കുറേ ഷൂ റാക്കിൽ വെക്കാൻ മാത്രമുള്ള ഷൂവും ചപ്പലൊന്നും ഇല്ലാത്ത കാരണം ഞാനത് അത്യാവശ്യം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടുന്ന സംഭവം ചെരുപ്പുകൾ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളിൽ മൊത്തം ഇങ്ങനെ ഫ്ലവർ പ്ലാന്റ്സൊക്കെ വെച്ചു കേട്ടോ. ഇത് ഇപ്പം ഈ കാണിക്കുന്നതില്ലേ, ഇത് നമ്മുടെ അലോവേര ഇല്ലേ, അതിൽ വന്നിട്ടുള്ളൊരു പൂവാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇതിൽ പൂ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് കാണുന്നത്, അലോവേരയിൽ പൂ വന്നത്. അത് ഈ വിൻ്റർ ടൈമിൽ മാത്രമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ പൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബാൽക്കണിയിലേക്ക് വന്നാൽ ഇങ്ങനെ ഇതുപോലൊരു വ്യൂ ആണ് കേട്ടോ ഉള്ളത്. താഴെ നിൽക്കുന്ന കാരണം ഭയങ്കര വ്യൂ ആയിട്ടോ ഒന്നും ഇല്ല. മുകളിൽ പിന്നെയും കുറച്ച് വ്യൂ ഒക്കെ കിട്ടും മുകളിൽ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ. അപ്പം ഫസ്റ്റ് വന്നിട്ട് അകത്തേക്ക് വരുമ്പം ഹോളാണ് ആദ്യം തന്നെ. ബാൽക്കണിയിൽ നിന്ന് വരുന്ന പാടെ ഹോളാണുള്ളത്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കിച്ചണ് ചെറുതാണ്. അപ്പം കിച്ചൺ ടൂർ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. അതിൽ ഫ്രിഡ്ജ് ഇല്ല, നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും, അത്രയും സ്പേസ് കുറവാണ്. അപ്പം നമുക്ക് അതിൻ്റെ പ്ലഗ് പോയിൻറ്റും ഉള്ളത് ഈ ഒരു ഹാളിൽ താഴെയായിട്ടാണ് കേട്ടോ. ഈ ഒരു കോർണറിലാണ് അതിൻ്റെ പ്ലഗ് പോയിൻറ്റും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ക്വാർട്ടറിലും എല്ലാവരും ആ ഒരു ഏരിയയിലാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്ത് വെക്കാറുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു വൈറ്റ് 4 ചെയർ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് കവറും കുഷ്യൻസൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കണ്ട ഈ ഒരു ടേബിളില്ലേ, അത് 2 എണ്ണമാണ് കേട്ടോ, ഒരെണ്ണം അല്ല 2 എണ്ണം വെച്ചിട്ട് ഞാൻ അതിന് മുകളിൽ വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു നെറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതങ്ങനെ കിടക്കുമ്പോൾ ഒരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു നെറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. താഴെ ഒരു കാർപ്പറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടേബിളിൽ ഇതുപോലെ കുറച്ച് ക്രോക്കറി ഐറ്റംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിൾ റെൻഡറും കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ്, പിന്നെ ഒരു പിക്കിൾ സെറ്റ്, ഇത്രയൊക്കെയാണ് ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വിൻ്റർ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ചെയറിന് താഴെ കാർപ്പറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ചെന്നല്ല, ഒരു ഹാങ്ങിങ് പ്ലാന്റ്, അവിടെ മണി പ്ലാന്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഫ്രെയിമും ചുമരിൽ, പിന്നെ ഒരു മാഷാ അല്ലാഹ് എന്നുള്ളൊരു കട്ടിങ് ഒരു പീസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഓൺലൈനിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തായിരുന്നു.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഹാളിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഫുൾ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് വൈറ്റ് കർട്ടണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹാളിൽ നിന്ന്, അതായത് നമ്മൾ പുറത്തുനിന്ന് നേരെ വരുന്ന തൊട്ടടുത്ത് തന്നെ, ഡോറിൻ്റെ അടുത്ത് തന്നെയാണ് കിച്ചണിലേക്കുള്ള ഒരു എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഡോറ് തുറക്കുമ്പം ഉള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതുപോലാണ്. അപ്പം ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ താഴെ ഞാൻ മൊത്തം കർട്ടൺ ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക. കിച്ചൺ ടൂർ എന്ന് പറഞ്ഞിട്ട്, മേക്ക് ഓവർ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു 2 മാസമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ ആയിട്ട്. ഈ വാൾപേപ്പറൊക്കെ ഞാനിപ്പോൾ ഒരു 2 വീക്സൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ സ്റ്റിക്ക് ചെയ്തിട്ട്. മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. പിന്നെ നിങ്ങൾ ആ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടാൽ അറിയുന്നുണ്ടാവും അത് എത്രത്തോളം ഞാനതിന് ചേഞ്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ. പിന്നെ ഹാളിൽ നിന്ന് നേരെ വരുന്നത് ഈ ഒരു വാഷ് ഏരിയയ്ക്കാണ്. ഇവിടെ നമുക്ക് എന്താ പറയുക, ഇത് ആർമിയിലുള്ള ആർമി പേഴ്സൺസിന് ഇത് അത്യാവശ്യമുള്ളൊരു ഏരിയയാണ്. കാരണം ഡെയിലി അവർക്ക് ഷേവ് ചെയ്യാനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മിററും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്ലാന്റും സൈഡിൽ വിൻഡോയിൽ ആ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് വരുന്നത് ബാത്റൂമാണ്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഈ ഒരു ബ്ലാക്ക് കർട്ടൻ ഇട്ടിട്ടുള്ളതില്ലേ, അത് പുറത്തേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കാം. പുറത്തൊരു ബാൽക്കണി പോലെ ഉണ്ട്, പക്ഷെ നമ്മളത് യൂസ് ചെയ്യാറില്ല കേട്ടോ അങ്ങോട്ടധികം. പിന്നെ ഇവിടെ ഒരു 3 ഡോറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഡോറെന്ന് പറയുന്നത് ടോയ്ലറ്റ്, ബാക്കി 2 വരുന്നത് ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, ഒരുപാട് അത്യാവശ്യം നമുക്ക് സ്പേസ് ഉണ്ട്. ഒരു സൈഡിൽ ഇതുപോലെ ഒരു മിററും നമുക്ക് അത്യാവശ്യം കോസ്മെറ്റിക്സോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കാനുള്ളൊരു ഷെൽഫും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് നമ്മൾ ഡ്രസ്സ് വെക്കാനുള്ളൊരു ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. മുകളിലും കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ ഒന്നും പിന്നെ ഞാൻ ഒറ്റ നോട്ടത്തിൽ കാണുമ്പം ബോറായിട്ട് ഇരിക്കേണ്ടെന്ന് വിചാരിച്ചാൽ അവിടെ ഒന്നും വെച്ചിട്ടില്ല. പിന്നെ മിററിന് താഴെയായിട്ട് ഈ ഒരു 2 ഷെൽഫ് വരുന്നിടത്ത് ഞാൻ ഒരെണ്ണത്തിൽ കുറച്ച് എൻ്റെ അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സ്, ഓർണമെൻറ്റ്സ് അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി ഇവിടെ ഉള്ളതാണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ നമ്മൾ വാങ്ങിച്ച് വെച്ചതൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഫർണിച്ചറൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് മിസ്ലേനിയസ് ആയിട്ടുള്ള ഐറ്റംസ് ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇതുപോലത്തെ ബോക്സുകളായിട്ട്, അധികം വീതിയൊന്നുമില്ല. ഉള്ള സ്പേസിൽ ഞാനിതുപോലത്തെ കുറച്ച് ബോക്സുകൾ, കാർഡ്ബോർഡിൻ്റെ ബോക്സുകൾ വെച്ചിട്ട് അതിലിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാട്ടോ. മെഡിസിൻസ്, പിന്നെ കുറച്ച് ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചാർജർ, കേബിൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത്. അപ്പം അത്രയൊക്കെയാണ് ആ ഒരു ഏരിയയിൽ വരുന്നത്. പിന്നെ എന്നെ കാണുന്നുണ്ട് ഒരു മിററിൽ. എൻ്റെ ഡ്രസ്സിങ് ഈ ഒരു കോലത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വിൻ്ററാണ്, ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് എനിക്ക് ക്യാപ്പും ഷോളും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പിലുള്ള ഡ്രസ്സൊന്നും ഇല്ലാണ്ട്, അതുപോലെ തന്നെ ഷൂവും ഷോക്സും എല്ലാം വേണം. ഗ്ലൗസ് ഞാനിപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം കേട്ടോ ഊരിയിട്ടത്. അപ്പം അതാണ് ആ ഒരു രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബെഡ് എന്ന് പറയുന്ന ആ ഒരു കോട്ട് എന്ന് പറയുന്ന 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ 2 എണ്ണം അടുപ്പിച്ചിട്ടിട്ടാണ് പിന്നെ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും സിംഗിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് നിൽക്കുമ്പം അങ്ങനെ 2 എണ്ണം നമുക്ക് ഫാമിലിയിൽ കിട്ടും, ഫാമിലി ക്വാർട്ടറിൽ കിട്ടും. അല്ലാത്ത സമയത്ത് സിംഗിൾ മെമ്പേഴ്സായിട്ട് നിൽക്കുന്ന സമയത്ത് 1 എണ്ണം മാത്രമേ അവർക്ക് കൊടുക്കുകയുള്ളൂ കേട്ടോ. അത് ഒരാൾക്ക് കിടക്കാനുള്ള അത്രേ വീതിയുള്ളൂ. താഴെ ഒരു കാർപ്പറ്റും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവമില്ലേ, ഇത് ഒറിജിനലാണ് കേട്ടോ. ഈ ഒരു എന്താ അതിന് പറയാമെന്നറിയില്ല. നമ്മൾ മീഷോയിലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഓൺലൈൻ ആപ്സിലൊക്കെ വാങ്ങുന്ന, പക്ഷേ ഇവിടെ അത് ഫ്രഷ് ആയിട്ട് ഒറിജിനലാണ് കേട്ടോ. അതിങ്ങനെ ഡ്രൈ ആയപ്പോൾ ഉള്ളൊരു സ്ട്രക്ചറാണത്. പിന്നെ ഈ ഒരു സൈഡിൽ വരുന്ന എന്താ പറയുക, ഷെൽഫിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ഉള്ളതുണ്ട്. നമുക്ക് ഒത്തിരി ഡ്രസ്സുകൾ വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഈ ഒരു ഉള്ളിലേക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ വിൻ്റർ ക്ലോത്ത്സൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് സമ്മർ ക്ലോത്ത്സൊക്കെ
പുറകിൽ വെച്ചേക്കാണ്. ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വിൻ്റർ ക്ലോത്ത്സ് ആണ് കേട്ടോ. പിന്നെ സൈഡിലായിട്ട് ഹാങ് ചെയ്തിട്ടുള്ളതും ഫുൾ കോട്ടായിട്ട് ഫുൾ ലെങ്ത് ഉള്ള കോട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ചപ്പലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പുറത്ത് അധികം വെക്കാറില്ല, അധികം ഉള്ളിൽ തന്നെയാണ് വെക്കാറുള്ളത്. മഴയൊക്കെ വരുന്ന സമയത്ത് പിന്നെ അതെടുത്ത് അകത്തേക്ക് വെക്കേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് ഞാൻ ആ ഒരു ഷെൽഫിനകത്ത് വെച്ചേക്കാണ്. പിന്നെ നെക്സ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഇത് ശരിക്കും ഞങ്ങളുടെ ഒരു സ്റ്റോർ റൂം അല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് റൂം രണ്ടും കൂടി ആയിട്ടാണ്. കാരണം ഹസ്ബൻഡ് ഡെയിലി ഡ്യൂട്ടിക്കും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഡ്രസ്സ് ചെയ്യാനുള്ളതും അപ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളും അല്ലാത്ത കുറച്ച് ഐറ്റംസും ഒക്കെ ഞാൻ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാം നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുവച്ചാൽ എല്ലാം വലിച്ചു വാരിയിടുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരുന്നു ഞാനിപ്പോൾ കാണിച്ച ആ ഒരു ക്ലിപ്പില്ലേ, അതുപോലെ ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ടാണ് ഞാൻ അതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ഈ മുകളിൽ ഈ ഒരു അലമാരയുടെ മുകളിൽ വെച്ചിട്ടുള്ളത് എൻ്റെ കേക്കിൻ്റെ ബേക്കിംഗ് ടൂൾസാണ്. കുറച്ച് ഷുഗർ ബോൾസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷെൽഫിൽ ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി വിയേഴ്സ്, അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കുറച്ച് യൂണിഫോംസ്, എൻ്റെ കേക്കിൻ്റെ ബേക്കിംഗ് ടൂൾസ്, പിന്നെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് കാർഡ്ബോർഡ്സും ബോക്സുകളൊക്കെ ആക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഐറ്റംസിൻ്റെ ഒക്കെ ബോക്സുകൾ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാടൊന്നും ശരിക്കും ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒത്തിരി സ്പേസിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ പുറത്തേക്കുള്ളത് എന്ന് പറയുമ്പം ഇപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു വ്യൂവിലാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് വന്ന ഉടനെയൊക്കെ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഈ മരമൊക്കെ ഞങ്ങൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. കാരണം മഴ പെയ്യുമ്പം അവിടെ നിന്ന് അധികമായിട്ട് വെള്ളം വന്ന് അവിടെ ഡ്രൈ ആവാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ വന്നിട്ട് സൈഡിലായിട്ട് അവിടെയാണ് ആ സൈക്കിളൊക്കെ വെച്ചിട്ടില്ലേ, നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ താഴെയാണ് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യുക. പിന്നെ പുറകിലായിട്ട് നമുക്ക് വേണമെങ്കിൽ കൃഷിയൊക്കെ ചെയ്യാം കേട്ടോ. അത്യാവശ്യം ഇവിടെ നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും അവരുടെ പുറകിലോ ഫ്രണ്ടിലോ ഒക്കെ അവർക്ക് എത്രത്തോളം സ്പേസ് ഉണ്ടോ അത് അത്രയും അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അവർ കൃഷി ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് പിന്നെ അതിനോടത്ര എനിക്ക് ഇൻട്രസ്റ്റ് ആണ്, പക്ഷേ ഹസ്ബൻഡിന് അത്രയും ടൈം ഇല്ലാത്തതുകൊണ്ടും അതിനോട് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ പുറകിൽ കൃഷിയൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ബാക്ക് യാർഡിലുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ഹോം ടൂർ എന്ന് പറയുന്നത്. ഒരുപാട് വലിച്ചു നീട്ടി പറയാനുള്ള അത്രയൊന്നും ഇല്ല, ചെറിയൊരു ഹോം ടൂർ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഒരു കമൻറ്റും ലൈക്കും ചെയ്യുക, ഒരു ജസ്റ്റ് ലൈക്കെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.